മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം. ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പ്രാഥമിക സ്ഥിരീകരണം വനംവകുപ്പ് നടത്തിയെങ്കിലും കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ. കാട്ടാനകൾക്ക് പുറമെ മൂന്നാർ ടൗൺ മേഖലയ്ക്ക് അടുത്ത പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് അസാധാരണമാണെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടുകൊമ്പന്മാരടക്കം മൂന്നാർ മേഖലയുടെ വിവിധയിടങ്ങളിൽ കാടിറങ്ങുന്നത് പതിവാണ്. എന്നാൽ മൂന്നാർ ടൗൺ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പകൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തോട്ടം തൊഴിലാളികളാണ് പുലിയെ നേരിൽ കണ്ടത്. പിന്നീട് തൊഴിലാളികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശത്ത് കൊളുന്തെടുക്കാൻ മാത്രം തൊഴിലാളികളെത്തുന്ന ജനവാസമില്ലാത്ത സ്ഥലമാണ്. പുലിയുടെ സാന്നിധ്യം തള്ളാതെ വനംവകുപ്പ് പ്രാഥമിക പരിശോധന ആരംഭിച്ചു. പരിശോധന നടത്തിയതിൽ പുലിയുടെ സാന്നിധ്യം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. പക്മാർക്ക് ഉണ്ട്, സ്കാറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ പരിശോധനകൾ നടത്തും. അപ്പോൾ ഇപ്പം കാറ്റ് ശക്തി കൂടുതലായതുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പം നടക്കില്ല. 20 പേരടങ്ങുന്ന 2 സംഘങ്ങളെ പരിശോധനയ്ക്ക് നിയോഗിച്ചു. തോട്ടം മേഖലയിലെ വിവിധയിടങ്ങളിൽ മുൻപ് കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ പലപ്പോഴും കൊല്ലപ്പെടാറുണ്ട്. വേനൽ കനക്കുന്നതോടെ വന്യജീവി ശല്യം തോട്ടം മേഖലയ്ക്ക് പുറമെ ആൾപ്പാർപ്പ് ഏരിയ പ്രദേശങ്ങളിലേക്കും എത്തുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് മലയാളം, ഇടുക്കി.